വർഷങ്ങൾക്ക് ശേഷം അവൾ മടങ്ങി വരുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, വേദ തിരികെ വരുന്നൊരു കാഴ്ച കാണാൻ കഴിയൂട്ടോ. വേദയാണെങ്കിൽ ആദ്യം തന്നെ ഓടിപ്പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഏതാണ്ടൊരു വന്ദനം സിനിമയിലെ മാതിരിയാണല്ലോ രണ്ടുപേരും സെപ്പറേറ്റ് ആവുന്നത്. പക്ഷേ വിക്രത്തിന് 12 വർഷക്കാലം ശിക്ഷാവിധി ഉണ്ടാക്കുമ്പോൾ, ശിക്ഷാവിധി പുറപ്പെടുവിക്കുമ്പോൾ വേദ ശിക്ഷാവിധി കുറയ്ക്കാനായിട്ട് ഒടുവിൽ വന്നെത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അച്ഛനെ കൊണ്ട് സാധിക്കുന്നില്ല, അതായത് നമ്മുടെ ജഡ്ജിയെ കൊണ്ട്, ജില്ലാ ജഡ്ജിയെ കൊണ്ട്. അതുകൊണ്ട് തന്നെ വേദയാണെങ്കിൽ അച്ഛനെ കണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് വരുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകളെ കണ്ട അച്ഛനാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. മോളെ, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദയുടെ അടുത്താണെങ്കിൽ ചോദിക്കുന്നത് കൊണ്ട് തന്നെ വേദ പറയുന്നുണ്ട്, അച്ഛാ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. മകളെയൊന്നും വേദ കൊണ്ടുവരുന്നില്ല. മകളെ അവിടെ തന്നെ നിർത്തിയിട്ടാണ് വരുന്നത്, ആർക്കും ഒരു സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. എല്ലാം ഇനി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ വിക്രമില്ലാത്ത സാഹചര്യത്തിൽ ശ്രീകാന്ത് തൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമെന്ന് വേദയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ വേദ തന്ത്രപൂർവ്വം കുഞ്ഞിനെ കൊണ്ടുവരാത്തതാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയം കേസിൻ്റെ കാര്യങ്ങളൊക്കെ വേദ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട്, ചോദിച്ചറിയുന്നുണ്ട്. അപ്പോഴാണ് ശ്രീകാന്ത് പല കള്ളത്തെളിവുകളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേദ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദയാണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ വാങ്ങിയിട്ട് താനിനി കോടതിയിൽ ഹാജരാവാനായിട്ട് പോവുകയാണ്. അച്ഛനൊന്നുകൊണ്ട് പേടിക്കേണ്ട, വിക്രത്തെ ഞാൻ തീർച്ചയായിട്ടും ഇറക്കിയിരിക്കുമെന്ന് പറയുന്നതൊക്കെ കാണാനായിട്ട് കഴിയും. അങ്ങനെ വിക്രത്തെ ഇറക്കാനായിട്ട്, വിക്രത്തെ മോചിപ്പിക്കാനായിട്ട്, കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായിട്ട് വേദ ഇറങ്ങിത്തിരിക്കുന്നൊരു കാഴ്ചയാണ് പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ വിക്രത്തെ, തൻ്റെ പ്രാണനെ, തൻ്റെ ഭർത്താവിനെ, തൻ്റെ ജീവിതത്തെ തിരികെ പിടിക്കണം, തിരികെ കൊണ്ടുവരണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി വേദ പടവെട്ടാനായിട്ട്, പടപൊരുതാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും, കാണാൻ സാധിക്കും. ഒരുപാട് തെളിവുകൾ വേദ സംഘടിപ്പിക്കുന്നുണ്ട് എന്നും നമ്മൾ പ്രേക്ഷകർക്ക് കാണാം. ഒടുവിൽ അതാ വിക്രത്തിൻ്റെ ശിക്ഷാ കാലാവധിയിൽ വേദയ്ക്ക് ആ തെളിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇളവ് നേടിയെടുക്കാനായിട്ട്, കണ്ടെത്താനായിട്ട് കഴിയുന്നു എന്നും കാണാനായിട്ട് കഴിയും. അങ്ങനെ ജാമ്യത്തിലിറങ്ങുന്ന വിക്രത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വരുന്ന എപ്പിസോഡുകളിൽ കേട്ടോ. രണ്ടാം ഭാഗത്തിൻ്റെ കഥയൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്